എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഡെയിലി റീസണിംഗ് ക്യൂസെറ്റ് 5ന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, FM is related to IJ 125 in a certain way. In the same way, NO 36 related to QL 216. To which of the following is MB 16 related to the same logic? FM 25, FM 25 is related to IJ 125. അപ്പൊ എഫും ഐയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? +3 ആണ്. എമ്മും ജെയും തമ്മില് എമ്മും ജെയും തമ്മില് എത്രയാണ്? -3യുടെ വ്യത്യാസം. എം ജെ തമ്മിൽ എത്ര വ്യത്യാസം? -3യുടെ വ്യത്യാസമാണുള്ളത്. ഇനി 25 × 125 25 × 3 ആണ് 125 എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് NO 36 എന്ന് പറയുന്നത് QL 216 ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. OPQ ആണ്. അതുപോലെ തന്നെ JKL MNO ആണ്. അതുപോലെ തന്നെ 36 × 6 ആണ് 216 എന്ന് പറയുന്നത്. 36 × 6 ആണ് 216 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് MP 16 ഈസ് റിലേറ്റഡ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MP 16. അപ്പൊ M കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? M കഴിഞ്ഞിട്ട് +3 അല്ലേ? അപ്പം M കഴിഞ്ഞിട്ട് +3 ആണ് വരേണ്ടത്, P എന്ന് പറയുന്നത്. അതുപോലെ തന്നെ M +3 ആണ് ഇവിടെ, P വരണം. അതുപോലെ P -3 വരണം. P -3 ഇവിടെ എന്ത് വരും? M വരും. അതുപോലെ 16 × 4 വരും. 16 × 4 വരുന്നത് എത്രയായിരിക്കും? ഇവിടെ 64 ആയിരിക്കും വരുന്നത്. 16 × 4 64 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. PM 64 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് BOTUS is written as 54%8#. Ultra is written as %38@9. അപ്പം ബ്ലെയർ എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലെയർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ബ്ലെയർ ഇവിടെ എഴുതുന്നത്, ഇവിടെ ബിയുടെ നേരെ 5 ആണ്, എല്ലിന്റെ നേരെ 3 ആണ്, എക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് 9 ആണ്, ആറിന് കൊടുത്തിരിക്കുന്നത് A ആണ്, ഇക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇക്ക് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നിന്ന് 539 ആണ്. ഇക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിലും ഓപ്ഷനിൽ ഇത് മാത്രമേ 539 തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. അടുത്തത്, ഇൻ എ കോഡ് ലാംഗ്വേജ് ട്രൈ ഈസ് റിട്ടൺ ആസ് 63. ട്രൈ എങ്ങനെ 63 എഴുതിയേക്കാണ്. ട്രൈ 63 എഴുതുന്നത് ഇത് 20 ആണ്, 18 ആണ്, Y 25 ആണ്. സോ 63. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 14 + 15 + 20 49. ഡഗ് എന്ന് പറയുന്നത് എന്താണ്? 4 + 21 + 7 32 ആണ്.
അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BU23J is related to BU23J is related to GZ18L. LC41M is related to എന്താണ് QH36R. QH36R. അപ്പൊ GU18N എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. GU18N എങ്ങനെ എഴുതും? GU18N. N എന്താണ് ഇവിടെ? ഓക്കെ, നമുക്കിവിടെ GU18N നെ എങ്ങനെ എഴുതാം? അപ്പൊ എന്താണ് ഇവിടെ റിലേഷൻ വരുന്നത് നോക്കുക. ബിയും ജിയും കൂടെ +5 ആണ് വരുന്നത്. അതുപോലെ യുവും ഇസഡും തമ്മിൽ -5. അതുപോലെ നമുക്ക് പിന്നീട് നമുക്കിവിടെ വന്നിരിക്കുന്നത് 23 ആണ്. 23യും 18 കിട്ടണമെങ്കിൽ എന്താണ് -8 മൈനസ് എന്ത് ചെയ്യണം? -5 ചെയ്യണം. -5. ഇവിടെ ജിയും എല്ലും തമ്മിൽ എന്താണ് +5 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലും ക്യൂവും +5, സിയും എച്ചും +5, L 41 36 -5, അടുത്തത് +5, M6 +5 ആണ്. തമ്മിലുള്ള ഡിഫറൻസ് ആണ് +5. അതുപോലെ ജിയുടെ എങ്ങനെ എഴുതും? +5 ചെയ്തെടുക്കുക. +5 എടുക്കുമ്പം L കിട്ടും. U +5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z കിട്ടും. 18ന്റെ കൂടെ 5 ചെയ്യുമ്പോഴത്തേന് -5 ആണ് ഇവിടെ വരുന്നത്. 13 കിട്ടും. N-ന്റെ കൂടെ +5 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? S കിട്ടും. അപ്പൊ ഇവിടെ LZ 13S എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തും. LZ 13S എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അടുത്ത നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് എന്താണ്? നീറ്റ് ഈസ് written as 3409 LEARN. ലേൺ ഈസ് written as എങ്ങനെ എഴുതാം നമുക്ക്? നീറ്റ് 3409 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്പർ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. N-ന്റെ 13 ആണ്. അപ്പൊ ലാസ്റ്റ് ലെറ്റർ എഴുതി. ABCDE ആണ്. അപ്പൊ 1 കുറച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. എക്ക് 1 കുറച്ച് 0 എഴുതി. T 20 ആണ്. 1 കുറച്ച് 19. അപ്പൊ ഇവിടെ നമുക്ക് M N എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 നിന്നാണ് 1 കുറച്ച് 13 വരും എന്നാണ് അതിന് പേര് എഴുതിയിരിക്കുന്നത്. അപ്പൊ L 12 ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? 1 എഴുതുക. 11 ആകും 1 എഴുതുക. ഇക്ക് ഇവിടുത്തെ സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. എത്ര വരും? 4 വരും. എക്ക് 0. 6 എത്രയാണ്? 18 ആണ്. അപ്പൊ 8 1 കുറച്ച് 7 എഴുതുക. പിന്നെ N വീണ്ടും നമുക്ക് എന്ത് കിട്ടും? നീറ്റിന്റെ ഇവിടെ 3 ആണ്. 1407 ഓപ്ഷൻ ബി ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.